Hello, welcome to my channel. ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ആൻഡ് ഹെൽത്ത് കെയർ എന്ന് കൂടി വേണമെങ്കിൽ പറയാം കേട്ടോ. ബട്ടർഫ്ലൈ ബി, അതായത് ശംഖുപുഷ്പം. അപ്പം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പൂവാണിത്. നമുക്ക് ഉള്ളിൽ കഴിക്കാനായാലും പുറമേ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ടായാലും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ ശംഖുപുഷ്പത്തിന്റെ ഈ ഒരു പൂവ് വെച്ചിട്ട് നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ഒക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കണ്ടു നോക്കൂ, ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് അത് വെച്ചിട്ടുള്ള ഫേസ് ടോണർ, ഫേസ് പാക്ക് ആൻഡ് ഫേസ് മോയ്സ്ചറൈസർ, ഈ 3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി കാണിക്കാൻ പറ്റുന്നത്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അതുമല്ല, സ്കിന്നിന് നല്ല റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കും ടോണറും ഒക്കെയാണ് കേട്ടോ. സ്കിന്നിൽ ഉണ്ടാവുന്ന ചുളിവുകൾ മാറ്റാനും സ്കിന്നിൽ ഉണ്ടാവുന്ന ഈ മെലാസ്മ എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ സ്കിന്നിനെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഈ പ്രോഡക്ട്സ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിന്റെയൊക്കെ പ്രിപ്പറേഷനും അപ്ലൈ ചെയ്യുന്ന രീതിയൊക്കെ കണ്ടാലോ. ആദ്യം നമുക്കതിൻ്റെ വെള്ളം ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷമാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാനൊരു 7-8 പൂക്കളോളം എടുത്തിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് അതിൽ തിളപ്പിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അടച്ചു വെച്ച് തിളപ്പിക്കുക. തിളച്ച് കഴിയുമ്പോൾ ഈ ഒരു കളറിൽ കിട്ടും. അപ്പോൾ ഞാനൊരു ബോട്ടിലേക്ക് കുറച്ച് റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. റോസ് വാട്ടറിൻ്റെ കൂടെ ബാക്കി നമ്മുടെ ഈ ശംഖുപുഷ്പത്തിൻ്റെ ഈ വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫേസ് ടോണർ. അടുത്തത് നമ്മൾ ഫേസ് മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഫേസ് ക്രീം ഉണ്ടാക്കാനായിട്ട് ഒരു അലോവേറ ജെൽ എടുക്കുക. നാച്ചുറൽ ആണെങ്കിൽ അത്രയും നല്ലത്, പക്ഷേ പുറത്ത് വയ്ക്കാൻ പറ്റില്ല. ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഇതായാലും ഫ്രിഡ്ജിൽ തന്നെ വെച്ച് സൂക്ഷിക്കാം. അലോവേറ ജെൽ എടുത്ത ശേഷം 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശംഖുപുഷ്പത്തിൻ്റെ ഈ വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും ഒരു ജെൽ കൺസിസ്റ്റൻസിയിൽ ബ്ലൂ കളറിൽ നിങ്ങൾക്ക് ഫേസ് ക്രീം റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫേസ് പാക്കിൻ്റെ പ്രിപ്പറേഷനാണ്. കടലമാവ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ടൈപ്പിൽ മുൾട്ടാണി മിട്ടിയോ കടലമാവോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. അതിലേക്ക് ഞാൻ ഈ ടോണർ മിക്സ് ചെയ്തിട്ടാണ് ഫേസ് പാക്ക് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. ഒരു 10-15 മിനിറ്റ് ശേഷം ഫേസ് നന്നായിട്ടൊന്ന് ഡ്രൈ ആവുമ്പോൾ വാഷ് ചെയ്യുക. ഒരുപാട് ഡ്രൈ ആക്കേണ്ട, ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത്തിരി ഒന്ന് ഡ്രൈ ആവും. അപ്പോഴേക്കും വാഷ് ചെയ്യുക നോർമൽ വാട്ടറിൽ. ഫേസിൽ അതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ടോണറാണ്. ടോണർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ശംഖുപുഷ്പത്തിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്കിന്നിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്കിന്നിലോട്ട് അബ്സോർബ് ആവുകയും ചെയ്യുള്ളൂ. എന്നാലേ നമുക്കതിൻ്റെ കറക്റ്റ് റിസൾട്ട് സ്കിന്നിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്കിൻ കെയർ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ എന്ന് പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.